Are you looking for a sedan? എന്താണ് നിങ്ങളുടെ പ്രിഫറൻസ്? സ്റ്റൈലിഷ് ലുക്ക് ആണോ, അതോ മോർ ഫീച്ചേഴ്സ് ആണോ, അതോ എക്സ്ട്രാ സേഫ്റ്റി ആണോ, അതോ ബെറ്റർ പെർഫോമൻസ് ആണോ? എങ്കിലിത് എല്ലാം കൂടെ ചേരുന്ന ഒരു വണ്ടി ആയാലോ? പ്രസന്റിംഗ് ദ സ്കോഡ സ്ലാവിയ. ഇന്ത്യയിലെ സെഡാൻ മാർക്കറ്റിലെ ഒരു മെയിൻ പ്ലെയർ ആണ് ഇന്ന് സ്കോഡ സ്ലാവിയ. 2021 ലാസ്റ്റോടെയാണ് സ്കോഡ സ്ലാവിയെ ഇന്ത്യൻ മാർക്കറ്റിൽ അവതരിപ്പിക്കുന്നത്. ഫോക്സ്വാഗൻ ഗ്രൂപ്പിൻ്റെ ഏറ്റവും മികച്ച പ്ലാറ്റ്ഫോമായ MQB പ്ലാറ്റ്ഫോമിൻ്റെ ഇന്ത്യൻ വേർഷനിലാണ് നമ്മുടെ സ്കോഡ സ്ലാവിയ നിർമ്മിച്ചിരിക്കുന്നത്. സ്ലാവിയ ഇറങ്ങി തൊട്ടുപിറകെ തന്നെ ഇതിൻ്റെ സെയിം പ്ലാറ്റ്ഫോമിൽ നിർമ്മിച്ച ഇതിൻ്റെ കസിൻ ബ്രദറായിട്ടുള്ള ഫോക്സ്വാഗൻ വെർച്വസും ഇന്ത്യൻ മാർക്കറ്റിൽ വന്നിരുന്നു. ലോക്കലൈസ്ഡ് പ്രൊഡക്ഷന് വേണ്ടിയും മാനുഫാക്ചറിങ് കോസ്റ്റ് കുറയ്ക്കാനും വേണ്ടിയിട്ടാണ് അവരുടെ MQB A0 IN എന്നുള്ള ഈ പ്ലാറ്റ്ഫോം അവർ ഇന്ത്യൻ മാർക്കറ്റിൽ കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ഒരു കോമ്പറ്റേറ്റീവ് പ്രൈസിൽ ഈ സെഡാൻസിനെ ഇന്ത്യക്ക് തരാനായിട്ട് സാധിച്ചു. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ MQB പ്ലാറ്റ്ഫോംസിൽ നിർമ്മിച്ച ഈ സെഡാൻസ് രണ്ടും ഇന്ത്യൻ മാർക്കറ്റിലെ ഒരു മെയിൻ പ്ലെയർ തന്നെയായിരുന്നു സെഡാൻസിൽ. ബിക്കോസ് ഇതിൻ്റെ കോമ്പറ്റേറ്റേഴ്സ് ആയിട്ടുള്ള ഹോണ്ട സിറ്റിയും ഹ്യൂണ്ടൈ വെർണയുടെയൊക്കെ സെയിൽസ് ഇതിന് ശേഷം ഒന്ന് താഴുകയാണ് ഉണ്ടായത്. 2 എഞ്ചിൻ ഓപ്ഷൻസ് ആണ് ഫോക്സ്വാഗൻ ഗ്രൂപ്പ് ഈ വെഹിക്കിൾസിന് നൽകിയത്. ഒരു 1 ലിറ്റർ 3 സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിനും അതുപോലെ ഒരു 1.5 ലിറ്റർ 4 സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിനുമാണ് ഇത് രണ്ടിനും കൊടുത്തിരുന്നത്. 1000 cc 114 bhp പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു 178 ന്യൂട്ടൺ മീറ്റേഴ്സ് ഓഫ് ടോർക്ക് അറ്റ് 5000 rpm പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു 1 ലിറ്റർ 3 സിലിണ്ടർ എഞ്ചിനും 1498 cc 148 bhp ആൻഡ് 250 ന്യൂട്ടൺ മീറ്റേഴ്സ് ഓഫ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു 4 സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിനുമാണ് സ്ലാവിയക്കുള്ളത്. 999 cc എഞ്ചിൻ ആണെങ്കിലും നല്ല റെസ്പോണ്ടീവ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള എഞ്ചിൻ പെർഫോമൻസും നല്ല ഫ്യൂൽ എഫിഷ്യൻറ്റുമായിട്ടുള്ള ഒരു എഞ്ചിനാണിത്. അപ്പോൾ പിന്നെ 1.5 ലിറ്ററിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയണ്ടല്ലോ. കൂടാതെ ഒരു സിലിണ്ടർ ഡീആക്ടിവേഷൻ ടെക്നോളജിയും ഈ 1.5 4 സിലിണ്ടർ എഞ്ചിന് വന്നിട്ടുണ്ട്. അതായത് ഡ്രൈവിങ്ങിൽ 4 സിലിണ്ടറിൽ നിന്ന് 2 സിലിണ്ടറിലോട്ട് സ്വിച്ച് ചെയ്യാനുള്ള ഫീച്ചറും ഈ എഞ്ചിന് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഇന്ത്യൻ മാർക്കറ്റിൽ 1.5 ലിറ്റർ എഞ്ചിൻസ് ഉള്ള വണ്ടികളിലെ ഏറ്റവും ഫാൻ ബേസ് ഉള്ള വണ്ടികളും ഇതാണ്. ആൻഡ് നിങ്ങളൊരു കാർ എന്തൂസിയാസ്റ്റ് ആണെങ്കിൽ 1.5 ലിറ്റർ തന്നെ ചൂസ് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. ബിക്കോസ് ആ 148 bhpയുടെ ഒരു പെർഫോമൻസും വണ്ടിയുടെ ഹാൻഡിലിംഗ് ആൻഡ് സ്റ്റെബിലിറ്റിയും വണ്ടി ടോപ്പ് സ്പീഡ് കാരണമുള്ള ക്യാപ്പബിലിറ്റിയും 1.5 ലിറ്ററിന് എന്തായാലും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. കൂടാതെ സിലിണ്ടർ ഡീആക്ടിവേഷൻ ടെക്നോളജി യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഫ്യൂവൽ എഫിഷ്യൻസിയും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതിൻ്റെ 200 km/h സ്പീഡ് ക്രോസ് ചെയ്യുന്ന ഇഷ്ടംപോലെ വീഡിയോസ് വെബിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ അതിൻ്റെ സ്റ്റെബിലിറ്റി ഓൾറെഡി പ്രൂവ്ഡ് ആണ്. And if you are buying a 1.5 liter option, you will get a 7-speed DSG gearbox. ട്രാൻസ്മിഷൻ ഒക്കെ പ്രോപ്പറായിട്ട് ഫീൽ ചെയ്യാനും ഒരു തുള്ളി പോലെ ലാഗ് വരാതിരിക്കാനും ഒക്കെ നമ്മുടെ ജർമ്മൻ വെഹിക്കിൾസിൻ്റെ 7-speed DSG വെഹിക്കിൾസ് തന്നെയാണ് ഏറ്റവും ബെറ്റർ. ഇവരുടെ ഓൾറെഡി ഉണ്ടായിരുന്ന DSG ഗിയർ ബോക്സിനൊക്കെ റീവർക്ക് ചെയ്ത് ഒരു ഇന്ത്യൻ വേർഷൻ ആക്കിയിട്ടാണ് പുതിയ ഗിയർ ബോക്സസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഡ്രൈ ക്ലച്ച് ഇഷ്യൂസ് ഒക്കെ മാറ്റി കുറേ ഇവിടെ റിലയബിലിറ്റി കൂട്ടിയാണ് പുതിയ ഗിയർ ബോക്സ് വന്നിരിക്കുന്നത്. ഇനി 1 ലിറ്ററിന് ഇവർ കൊടുത്തിരിക്കുന്നത് 6-speed ടോർക്ക് കൺവേർട്ടർ ഗിയർ ബോക്സ് ആണ്. DSGയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്ര വരില്ല എങ്കിലും ഒട്ടും മോശമല്ലാത്ത റെസ്പോൺസീവ് ആയിട്ടുള്ള ലാഗ് ഒന്നും ഫീൽ ചെയ്യാത്ത ഗിയർ ബോക്സസ് ആണ് 1 ലിറ്റർ ഓപ്ഷൻസിനുള്ളത്. ഇനിയും സേഫ്റ്റി വൈസ് നോക്കിയാലും ഗ്ലോബൽ NCAPന്റെ 5 സ്റ്റാർ റേറ്റിംഗ് ആണ് സ്കോഡ സ്ലാവിയയ്ക്ക് കിട്ടിയിട്ടുള്ളത്. വണ്ടിയുടെ ബിൽഡ് ക്വാളിറ്റി കൊണ്ട് മാത്രമല്ല, മൾട്ടിപ്പിൾ എയർ ബാഗ്സ്, വണ്ടിയുടെ സ്റ്റെബിലിറ്റി, സേഫ്റ്റി ഫീച്ചേഴ്സ് ലൈക്ക് ABS, EBD, TPMS, ഹിൽ ഹോൾഡ് അസിസ്റ്റ്, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം ഒക്കെയാണ് ഇതിന് 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്തത്. ഇനി ഫീച്ചേഴ്സ് വൈസ് നോക്കിയാലും ഇന്നത്തെ ജനറേഷനിലെ കാസിനോട് ഇടം പിടിക്കാൻ പറ്റിയ ഫീച്ചേഴ്സാണ് സ്ലാവിയ ഹാൻഡ് വേർച്ചേഴ്സിൽ കൊടുത്തിട്ടുള്ളത്. വെന്റിലേറ്റഡ് സീറ്റ്സും സൺറൂഫും ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളും ആൻഡ്രോയിഡ് ഓട്ടോ ആൻഡ് ആപ്പിൾ കാർപ്ലേ സപ്പോർട്ട് ചെയ്യുന്ന ഇൻഫോടൈൻമെൻറ്റ് ഡിസ്പ്ലേയും ഫുള്ളി ഡിജിറ്റലായിട്ടുള്ള ഒരു MIDയും വയർലെസ് ചാർജിങ്ങും ടോപ്പ് വേരിയൻസിന് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റ്സും റിയർ പാർക്കിംഗ് സെൻസേഴ്സും കൂൾഡ് ഗ്ലോബോക്സും ഒക്കെ സഹിതം ഇഷ്ടം പോലെ ഫീച്ചേഴ്സാണ് സ്കോഡ സ്ലാവിയയിൽ കൊടുത്തിരിക്കുന്നത്. ഒരു 4541 mm ലെങ്ത് ആണ് സ്കോഡ സ്ലാവിയയ്ക്ക് ഡൈമെൻഷൻ വൈസ് ഉള്ളത്. അതുപോലെ ഒരു 179 mm ഗ്രൗണ്ട് ക്ലിയറൻസും കൊടുത്തിട്ടുണ്ട്. സോ ഇന്ത്യൻ മാർക്കറ്റിൽ ഏറ്റവും ഹിറ്റ് ആവാനുള്ള കാരണവും ഇതാണ്. കാരണം ഗ്രൗണ്ട് ക്ലിയറൻസ് പേടിച്ചാണ് പലരും സെഡാനിലേക്ക് വരാതിരുന്നത്. ഈ ഒരു MQB പ്ലാറ്റ്ഫോംസിൽ ഈ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് സഹിതമുള്ള സെഡാൻസ് വന്നതിന് ശേഷം സെഡാൻസിലോട്ടുള്ള ആവശ്യക്കാർ കൂടുതലായിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. സെഡാൻസിൽ കിട്ടുന്ന ഒരു സ്റ്റെബിലിറ്റിയും റൈഡ് കംഫർട്ടും ഒക്കെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും വിത്തൗട്ട് അഫക്റ്റിംഗ് യുവർ ഗ്രൗണ്ട് ക്ലിയറൻസ്. ബിക്കോസ് ഒരു SUVക്ക് അടുത്ത് എത്തുന്നതായിട്ടുള്ള രീതിയിലുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഈ സെഡാൻസിന് MQB പ്ലാറ്റ്ഫോം വന്നതിന് ശേഷം കിട്ടിയത്. സോ നിങ്ങളൊരു സെഡാൻ പ്രേമിയാണെങ്കിൽ, ഡ്രൈവിങ്ങിനെ ഇഷ്ടപ്പെടുന്ന ആളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷനാണ് സ്കോഡ സ്ലാവിയ എന്നത്. ആൻഡ് ഈ കിടക്കുന്നത് സ്ലാവിയയുടെ 1 ലിറ്റർ TSI അംബിഷൻ വേരിയൻ്റ് ആണ്. ആൻഡ് ദിസ് കാർ ഈസ് അവൈലബിൾ അറ്റ് കാസ് 24 കൊച്ചി. ആൻഡ് സ്ലാവിയയുടെയും വെർച്ചസിൻ്റെ ഒക്കെ യൂസർ റിവ്യൂ നമ്മുടെ പേഴ്സണൽ ചാനലിൽ അവൈലബിൾ ആണ്. So go and check it out. So let's wind up. Video ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക and comment your opinion. And for more such contents, subscribe to Cars 24 Malayalam.